ഒരു സങ്കടമുള്ളൂ. എന്റെ സത്യാവസ്ഥ രണ്ടുപേരെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. ഒന്നെന്റെ അമ്മയും പിന്നെ നിന്നെയും. എന്റെ അമ്മ ഇന്നില്ല. നിന്നെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി അറിയിച്ചിട്ടും കാര്യമില്ലല്ലോ. ഇത് വാങ്ങണം. എന്റെ കല്യാണ സമ്മാന. ഇത് മേലനങ്ങാതെ ഉണ്ടാക്കിയതല്ല. ഇതിലെന്റെ വേർപ്പുണ്ട്. ഒരപശകനായിട്ട് ഇനി ഒരിക്കലും ഞാൻ കൺമുമ്പിൽ വരില്ല. നല്ലതേ വരും. ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങോട്ടാ പോണേ? ഡാഡി പറഞ്ഞ ഓർമ്മയില്ലേ? അവളുടെ കഴുത്തിൽ മറ്റൊരാൾ താലി കെട്ടുമ്പോൾ ഈ ലോകത്ത് ഞാൻ ഉണ്ടാവരുമെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷെ കഴിഞ്ഞില്ല. അച്ഛൻ്റെയും അമ്പിളിയുടെയും സങ്കടം കാണാനുള്ള ശക്തിയില്ലായിരുന്നു എനിക്ക്. അന്ന് നടവിട്ടതാ. 5 വർഷമായി. എന്നെ അറിയാവുന്ന ആരെയും കണ്ടുമുട്ടരുതെന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇത്രയും നാളും. ചങ്കിനകത്ത് ഇങ്ങനൊരു കനലും കൊണ്ടാണ് നീ ചിരിച്ചു കളിച്ച് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ നടന്നിരുന്നതെന്ന് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോടാ. ചിലപ്പോ ഇങ്ങനൊരു അപകടത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ജീവനെടുക്കാൻ തോന്നിപ്പിക്കാതെ ഈശ്വരൻ എന്നെ കാത്തുരക്ഷിച്ചത്. ഈ പൊന്നു എങ്ങനെ ഇവിടെ എത്തിയെന്ന എനിക്ക്. മാരേജ് ചെയ്തു വന്നത് ഇവിടെ ആയിരിക്കും. എന്തായാലും നീ അവളെ ഒന്ന് കാണണം. വേണ്ട, ഇനി ഒരിക്കലും കൺമുമ്പിൽ ചെല്ലില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. അതൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായില്ലേ പ്രകാശ. ഇപ്പൊ ഒരിക്കൽ കൂടി നീ അവളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുക. അതവൾ അറിയണം. അതെടാ, നീ പോണം, അവളെ കാണണം. പക്ഷേ ഒരു പക്ഷേയില്ല. നീ എന്റെ കൂടെ വരുന്നു. ഇവിടെ ഏത് പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? പൊന്നൂന്നതോ ഉത്തരാന്നാ കൊടുത്തത്. ഹലോ തോമസ്. ഹലോ ഡോക്ടർ മേനോൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പതിവില്ലാതെ ഈ സെക്ഷനിലേക്ക്? ഇത് മിസ്റ്റർ പ്രകാശൻ, എന്റെ നെയ്ബറാണ്. ഇയാളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ റോഡ് ആക്സിഡന്റിൽ പെട്ട് ഇന്നലെ രാവിലെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. അതിന്റെ വിവരം ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. കുട്ടി എന്ന് പറയുമ്പോ മാരേജ് കഴിഞ്ഞതാ. മലയാളിയാണോ? അതെ, ഉത്തരാന്ന പേര്. ആ പേഷ്യന്റിനെ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയല്ലോ. കൊണ്ടുപോയോ? ഞാനാണ് അവർ അറ്റൻഡ് ചെയ്തത്. ഫേസില. എന്താ പതിവില്ലാതെ ഈ സെക്ഷനിലേക്ക്? ഇത് മിസ്റ്റർ പ്രകാശൻ, എന്റെ നെയ്ബറാണ്. ഇയാളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ റോഡ് ആക്സിഡന്റിൽ പെട്ട് ഇന്നലെ രാവിലെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. അതിന്റെ വിവരം ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. കുട്ടി എന്ന് പറയുമ്പോ മാരേജ് കഴിഞ്ഞതാ. മലയാളിയാണോ? അതെ, ഉത്തരാന്ന പേര്. ആ പേഷ്യന്റിനെ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയല്ലോ. കൊണ്ടുപോയോ? ഞാനാണ് അവർ അറ്റൻഡ് ചെയ്തത്. ഫേസിലാകെ ബ്ലഡ് സ്പ്രെഡ് ചെയ്തിരുന്നു. ഫോർ ഹെഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മൈനർ ഇഞ്ചുറി ഉണ്ടായിരുന്നുള്ളൂ. അത് സ്റ്റിച്ച് ചെയ്തു. പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പേഷ്യന്റ് ഒന്നിനോട് റിയാക്ട് ചെയ്യാതിരുന്നോണ്ടാണ് ഒബ്സർവേഷന് വേണ്ടി ഐസിയുലേക്ക് മാറ്റിയത്. അല്ല, ആ കുട്ടി മെന്റൽ അസൈലത്തിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. അത് ഇവര് തമ്മിൽ കണ്ടിട്ട് കുറെ കാലമായി. ആക്സിഡന്റ് ആയി കിടക്കുന്നത് കണ്ട് പ്രകാശൻ ആളെ തിരിച്ചറിഞ്ഞതാ. ഓ, ഐ സി. ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയത് ആരാണെന്ന് അറിയാമോ ഡോക്ടർ? ആ പേഷ്യന്റിന്റെ ഫാദർ ലോയും പിന്നെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അവരുടെ അഡ്രസ് വല്ലതും ഉണ്ടോ? റിസപ്ഷനിലുണ്ടാവും. താങ്ക് യു ഡോക്ടർ. ഓക്കെ. ടെൻഷൻ അടിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം.
ഞാൻ ഡോക്ടർ തോമസ് പോൾ. ഉത്തരേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് എനിക്ക് പരിചയമുള്ളൊരു പയ്യന്. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയെന്നറിഞ്ഞു. വിവരമൊന്നും അറിയാമെന്ന് കരുതി വന്നതാ. ആള് കൂടെ വന്നിട്ടുണ്ടോ? പ്രകാശ, എന്റെ മോന എവിടായിരുന്നു മോനെ? കണ്ണടയുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ട. അച്ഛൻ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഒക്കെ എന്റെ വിധിയെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. നീ പറഞ്ഞത് നേരാ. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് മോളിലൊരാള് കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. വാസുട്ടാ, ഇപ്പോ വെറും വാസുവേട്ടൻ മാത്രമല്ല, അമ്പിളിയെ വിവാഹം ചെയ്തത് വാസുവേടന്റെ മകൻ നന്ദന. അവനിപ്പോ ഇവിടെ ജോലി. അതാ ഞാൻ പറഞ്ഞത് ഈശ്വരന്റെ തീരുമാനമൊന്നും പിഴക്കില്ലെന്ന്. ഇല്ലെങ്കിൽ നന്ദനും അമ്പിളി ഇവിടെ താമസിക്കാനും പൊന്നുവിനെ ചികിത്സയ്ക്കായി ഇവിടെ കൊണ്ടുവരാനും നിന്റെ കൺമുമ്പിൽ അവളെ എത്തിക്കാനും ഒക്കെ നിശ്ചയിച്ചത് ആരാ? പൊന്നൂന് എന്താ പറ്റിയേ? അന്ന് നീ അവളോട് യാത്ര പറഞ്ഞിറങ്ങിപ്പോയതിന്റെ പിറ്റേന്ന്. വാ, നമുക്ക് പോവാം. ഷാജി, ഷാജി, പ്രകാശം പാവ. അവൻ പറഞ്ഞിട്ടല്ല ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞത്. നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എന്റെ വെളിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. എന്നോട് പൊറുക്കണം. ഞാൻ പറഞ്ഞത് സത്യം. ഷാജി, ഷാജി. ഒരു മരണമൊഴി പോലെ ഷാജി പറഞ്ഞ സത്യങ്ങൾ കേട്ട് അന്ന് കുഴഞ്ഞു വീണതാ പൊന്നു. പിന്നെ അവൾ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല, കരഞ്ഞിട്ടില്ല. ഒരു തരം മരവിപ്പായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ആരാ സമ്മതിക്കുക? വിവാഹം മുടങ്ങി. ഉള്ളില് ബോധമുണ്ട്, പക്ഷെ പുറത്തേക്കൊന്നും കാണിക്കാൻ വയ്യ. അവളൊന്ന് കരഞ്ഞാൽ എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയാൽ ഭേദമാക്കാവുന്ന ഡോക്ടർമാർ പറയുന്നത്. കഴിഞ്ഞ 4 വർഷമായി നിന്റെ അച്ഛൻ അവളെ കൂട്ടി ചികിത്സയ്ക്കായി പോകാത്ത സ്ഥലങ്ങളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. അപ്പോ പൊന്നുവിന്റെ അച്ഛൻ പോയി. മകളുടെ അവസ്ഥ കണ്ട് മനം നൊന്താ മരിച്ചത്. മഹാദേവൻ പോയതോടെ പൊന്നും ആരോരുമില്ലാത്ത ഒരു അവസ്ഥയിലായി. ഉള്ളതൊക്കെ കൈക്കലാക്കാൻ കാത്തിരുന്ന അനുജന്മാർ അവളെ മനോരോഗ ആശുപത്രിയിലേക്ക് തള്ളി. അവിടെ നിന്നാ നിന്റെ അച്ഛൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവർ നാട്ടിലേക്ക് തിരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ടിക്കറ്റ് ഏർപ്പാടാക്കാൻ നന്ദൻ സ്റ്റേഷനിലേക്ക്